السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒപ്പമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യവും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുമാപ്പാക്കി തരട്ടെ. ഇനിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സന്തോഷത്തിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഒരു വലിയ മഹാസൗഭാഗ്യം സാധുക്കളായ നമുക്ക് ഏവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭർത്താക്കന്മാർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന സ്വാലിഹായ ഭർത്താക്കന്മാരുടെ 7 ലക്ഷണങ്ങളാണ്. 7 കാര്യങ്ങൾ നമ്മൾ പറയും. ഈ 7 കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ? നിങ്ങളാണ് ഏറ്റവും നല്ല ഭർത്താവ്. ഏറ്റവും നല്ല ഭർത്താവിനുള്ള കുറച്ച് ഗുണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഗുണങ്ങൾ നിങ്ങളില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? അത് മാറ്റിയെടുക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ഒരു മാറ്റം വരണം. അള്ളാഹു നമുക്ക് സഹായിക്കുമാറാകട്ടെ. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭാര്യയോട് എപ്പോഴും സലാം പറയുന്ന ഭർത്താവ്. നിങ്ങൾക്ക് സലാം പറയുന്നവരാണോ? നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, നമ്മൾ വരുമ്പോൾ ഭാര്യമാരോട് നിങ്ങൾ സലാം പറയുന്നവരാണോ? എന്നാൽ നിങ്ങൾ സ്വാലിഹായ ഭർത്താവാണ് എന്നാണ്. നിങ്ങൾ ആലോചിക്കുക. നമ്മൾ കൂട്ടുകാരോട് സലാം പറയുന്നത് പോലെയല്ല ഭാര്യയോട് സലാം പറയേണ്ടത്. സലാം എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും ഭാര്യയോട് സലാം പറയുമ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ പറയാൻ നോക്കാം. അസ്സലാമു അലൈക്കും, ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ നമ്മൾ പറയില്ലേ? അത് സ്നേഹമല്ലേ? പുറത്തേക്ക് പോകുമ്പോൾ, പുറത്തു പോവാണ്, എവിടെയെങ്കിലും യാത്ര പോവാണ്, പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? താടിയിലൊക്കെ കവളൊക്കെ അസ്സലാമു അലൈക്കും ഇങ്ങനെ സ്നേഹത്തോടൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് വലിയ സന്തോഷമല്ലേ? ആ സലാം പറയുന്നതിന്റെ കൂലി വേറെ. സലാം പറയുമ്പോൾ സ്നേഹബന്ധം വർദ്ധിക്കുമെന്നോ? നമ്മൾ പരസ്പരം സലാം പറയുന്നതിലൂടെ സ്നേഹബന്ധം വർദ്ധിക്കുന്നതാണ്. അത് ഭാര്യമാരോടാകുമ്പോഴോ കുറച്ചുകൂടെ വർദ്ധിക്കും. ആ സലാമിൽ നമ്മൾ പറയുന്ന സലാമിനെ ടോണൊന്ന് മാറ്റിയാൽ കുറച്ചുകൂടെ റൊമാൻറ്റിക്കായി നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ സ്നേഹം എന്ത് ചെയ്യും? വർദ്ധിക്കും. നിങ്ങളൊരു സലാം പറയുന്നതായ ഒരു ഭർത്താവാണോ എങ്കിൽ നിങ്ങളൊരു സ്വാലിഹായ ഭർത്താവാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന ഒരു കാര്യമാണ് ഭാര്യയെ സഹായിക്കുന്ന ഭർത്താവ്. ഭാര്യയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിലും എല്ലാ കാര്യങ്ങളിലും സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കും. ഭർത്താക്കന്മാരെ ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കും. എന്ത് വേണം? എഴുന്നേൽക്കുമ്പോൾ ഭാര്യ കൂടെ വിളിക്കണം. വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടിച്ച് വിളിക്കരുത്, സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എഴുന്നേക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല തട്ടി ബഹളം ഉണ്ടാക്കിയിട്ട് വിളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉറക്കത്തിൽ നിന്ന് ബുദ്ധിമുട്ടിക്കാൻ ദേഷ്യം വരുള്ളൂ. നേരെ മറിച്ച് ഭർത്താവോ എന്ത് ചെയ്തു? നേരെ ഉള്ളൊക്കെ എടുത്ത് റാത്തോട്ട് വരിക, എന്നിട്ട് വെള്ളം ഇങ്ങനെ കുറയാണ്, മോളെ എന്നൊക്കെ വിളിച്ച് സ്നേഹത്തോടെ ഇങ്ങനെ തട്ടി തലോടി വിളിക്കുകയാണെങ്കിൽ ആ സ്നേഹം കൊണ്ട് ഉറക്കം മാറും. ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടത് മാറും. മനസ്സിലായല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറപ്പാണ്, 100% മാറും. നിങ്ങൾ സാധാരണ ലെവലിൽ വിളിക്കുന്നതും ആ സ്നേഹത്തോടെ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് മോളെ എഴുന്നേറ്റ് ഇങ്ങനെ നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? 100% എഴുന്നേക്കും. നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ കാര്യത്തിലും സഹായിക്കുക എന്നുള്ളതാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും. കാരണം ചിലപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. നമ്മളിനിപ്പോൾ ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് നമ്മളിൽ നിന്ന് എന്താണ് ഭാര്യമാരെ പ്രതീക്ഷിക്കുന്നത്? എന്ത്? നമ്മളപ്പോ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യായിരിക്കും. നമ്മൾ വെറുതെ അവിടെ പോയി നിൽക്കുക, വെറുതെ പോയി എന്തേലും തള്ളും താളും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പറയാം. തുണി അലക്കുകയായിരിക്കും. അലക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും പോയിരിക്കുക, ഒരു കല്ലിൽ പോയിരുന്നിട്ട് വെറുതെ എന്തെങ്കിലും തമാശകൾ പറയാം, എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. അപ്പൊ തുണി അലക്കലും നടക്കും. എന്നാൽ ഭാര്യയോട് സംസാരിച്ചതുമായി അവർക്ക് ഇവിടെ സമാധാന സന്തോഷമല്ലേ? എന്റെ ഭർത്താവ് നല്ല പരിഗണിക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാവല്ലേ? ചിലപ്പോൾ തേങ്ങ തിരികെയായിരിക്കും അടുക്കളയിൽ. നമ്മളെന്ത് ചെയ്യും? വെറുതെ അവിടെ പോയിക്കുക, വെറുതെ അവിടെ പോയി കുറച്ച് തേങ്ങയൊക്കെ തിന്ന് തമാശയൊക്കെ പറഞ്ഞ് സൊറയൊക്കെ പറയാൻ കൂടെ നിന്ന് കൊടുത്താൽ മതി. നിങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യണമെന്നില്ല. ജോലി ചെയ്തില്ലെങ്കിൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. വെറുതെ കൂടെ നിന്നുകൊണ്ട് എന്തെങ്കിലും തമാശകൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെറുതെ പറയാ, വെറുതെ സംസാരിച്ചിരിക്കും. ഇതൊക്കെ സ്വതക്കയാണ്, ഇതെല്ലാം കൂലിയാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കാണാം, ഖിദ്മതുക സൗജതിക സ്വദഖ എന്നാണ്. അതായത് ഭാര്യമാരെ സഹായിക്കലൊക്കെ സ്വതക്കയാണ്. അങ്ങനെ എന്ത് സംസാരമാണെങ്കിലും പുഞ്ചിരിയാണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ എന്താണ്? സ്വതക്കയുടെ കൂട്ടത്തിൽ നിനക്ക് വരികയല്ലേ? നിനക്ക് ധൈര്യമായി നിനക്ക് ചെയ്യാം. കാരണം എന്തുകൊണ്ട് നബി തങ്ങൾ ഇത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവി എന്താ പറയുന്നത്? നബി തങ്ങളുടെ ഭാര്യയാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അവിടുന്ന് പറയാണ്, നബി തങ്ങൾ എങ്ങനെയായിരുന്നു? കാന ഫീ മിഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടു ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. നബി തങ്ങൾ എങ്ങനെയായിരുന്നു? ആയിഷ ബീവി പറയാണ്,
എപ്പോഴും ഭർത്താവിന്റെ ക്വാളിറ്റികൾ പറയേണ്ടത് ആരാണ്? ഭാര്യയാണ് പറയുന്നത്. ഒരു ഭാര്യ പറയും ഭർത്താവിനെ കുറിച്ച് പറയാണ്, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ ഉഷാറാണ്, നിങ്ങൾ സൂപ്പറാണെന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. വേറെ ആരും സർട്ടിഫിക്കറ്റ് കാര്യമില്ല. നാട്ടുകാരല്ല സർട്ടിഫിക്കറ്റ് തരാനുള്ളത്, കൂട്ടുകാരല്ല, കുടുംബക്കാരല്ല. നിന്റെ ഭാര്യ നിനക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും നിന്റെ ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഗുണം. അതാണ് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. അതാണ് ഭാര്യ പറയാം നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ ഉഷാറാണ്. ആയിഷ ബീവി പറയാണ് നബിതങ്ങളെ കുറിച്ച്, നബിതങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യും? ജോലികളൊക്കെ ചെയ്യും, നബിതങ്ങളെ സഹായിക്കും. എന്നിട്ടോ നിസ്കരിക്കാൻ സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നബിതങ്ങൾ നിസ്കരിക്കും. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകും, നിസ്കരിക്കും, വീട്ടിലേക്ക് വരും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാം നല്ല സന്തോഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുമ്പോ നമ്മൾ എന്ത് വേണം? നമ്മളൊരു സ്വാലിഹായ ഭർത്താവാണോ? നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കുന്നവരാകണം. വെറുതെ പോയി നിൽക്കാനുള്ള ഒരു സന്മനസ് നമുക്ക് ഉണ്ടാകണം. നമുക്ക് അതിലൊരു കുറവില്ല. ചിലപ്പോൾ മറ്റുള്ളവർ പറയും അവനെപ്പോ നോക്കിയാലും ഭാര്യയുടെ കൂടെയാണ്, ഭാര്യയുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കാണ്, ഭാര്യയുടെ വാലയെ പിടിച്ച് നടക്കുകയാണ് എന്നൊക്കെ പലരും പറയും. അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷം അത് നമുക്കുള്ളതാണ്. നമ്മുടെ കുടുംബജീവിതത്തിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്താൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. മറ്റുള്ളവർ നോക്കേണ്ട കാര്യങ്ങളും മറ്റുള്ളവർ എന്ത് പറയുന്നതെന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലരും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഏത് കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും, നമ്മൾ ചിന്തിക്കേണ്ടി വരും. പല കാര്യങ്ങളുണ്ടാകും. ഇതിലൊക്കെ എന്ത് വേണം? ഭാര്യമാരുടെ തൃപ്തിയെ അവരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കണം. എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് വേണം? അവർക്ക് എന്ത് ചെയ്യാം? അവരോടൊരു അഭിപ്രായം നമ്മൾ ചോദിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ ചെയ്താലോ, എന്താണ് എൻ്റെ അഭിപ്രായം? അപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം ഉണ്ടാവും, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഉണ്ടാവും. അതിനേക്കാളും ഒക്കെ നമ്മൾ ചിന്തിക്കാത്ത പോലെ നല്ല ഐഡിയ പറഞ്ഞു തരാൻ ഒരുപക്ഷെ ഭാര്യയ്ക്ക് കഴിയും. ഭാര്യ പറഞ്ഞത് ഏറ്റവും നല്ല ഐഡിയ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ചുരുക്കം പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവർക്ക് അവരുടേതായ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും കൊടുക്കണം. അത് നല്ലതാണ്. അതൊരു കുടുംബജീവിത സ്നേഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഭാര്യ പറയും, ഭാര്യ ചിന്തിക്കും, എന്നാലും ഓൻ എന്നോട് ചോദിച്ചില്ലേ, ഭർത്താവ് എന്നോട് അഭിപ്രായം ചോദിച്ചില്ല. അപ്പൊ സ്നേഹം അവിടെ വർദ്ധിക്കുകയാണ്. സ്നേഹം വർദ്ധിക്കുക മാത്രമല്ല, ശരി നമ്മളത് ചെയ്യണം. അത് ഒരു ഭർത്താവിന്റെ ഒരു കടമയാണ്. നമ്മളത് ഉറപ്പായിട്ടും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം സഹോദരങ്ങളെ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാരെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. ഇപ്പോ നമ്മളെ കുടുംബക്കാരെ, നമ്മളെ വീട്ടുകാരെ നമ്മൾ പരിഗണിക്കുന്നത് പോലെ തന്നെ എന്ത് വേണം? നമ്മുടെ ഭാര്യയുടെ ഉപ്പ, ഭാര്യയുടെ ഉമ്മ, അവരുടെ കുടുംബക്കാരൊക്കെ വേണ്ട പോലെ നമ്മൾ പരിഗണിക്കണം. അവർക്ക് വേണ്ട ആദരവുകൾ നമ്മൾ കൊടുക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. അവരെ സഹായിക്കണം. അവർക്ക് കുടുംബത്തിലെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിപ്പോ ഭാര്യയുടെ കുടുംബമല്ലേ എന്ന് വിചാരിച്ച് നെവർ മൈൻഡ് ആക്കി വിടുകയല്ല. നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മൾ പറ്റുന്നത് പോലെ ചെയ്യണം. ഇനിയിപ്പോ ഒരു ഫംഗ്ഷൻ വന്ന് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല, നമ്മൾ എന്താ ചെയ്യാ? സ്വാഭാവികമായിട്ട് വിളിച്ചു പറയാനുള്ള ഒരു മര്യാദ നമുക്ക് ഉണ്ടാവും. നമ്മൾ വിളിച്ചു പറയാം, വരാൻ കഴിഞ്ഞില്ല, വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവസ്ഥയായിപ്പോയി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഭാര്യയുടെ കുടുംബക്കാരെ പരിഗണിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ ഒരു സ്വാലിഹായ ഭർത്താവിന്റെ ഏറ്റവും നല്ലൊരു ലക്ഷണമാണ്. അത് നമുക്ക് എന്തായാലും നമ്മളത് പരിഗണിക്കണം. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ഇനി അഞ്ചാമത്തത് എന്താണ്? ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു നല്ല ഭർത്താവ് ലക്ഷണമാണ് ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുക. സമ്മാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്നേഹത്തോടുകൂടെ നമ്മളൊരു സംഭവം കൊടുക്കുകയാണ്. നമ്മൾ സ്നേഹത്തോടുകൂടെ ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ അത് വില കുറഞ്ഞതാണെങ്കിലും നമ്മൾ സ്നേഹത്തോടു കൂടെയാണ് അത് കൊടുക്കുന്നത്. അത് എന്ത് ചെറിയ സാധനമാണെങ്കിലും എത്ര വലിയ സാധനമാണെങ്കിലും അത് വില മതിക്കാത്തതാവും. സ്നേഹത്തോടെ കൊടുക്കുകയാണ്. നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കളാണെങ്കിൽ ഭർത്താവ് ഒരു സമ്മാനം കൊടുക്കുകയാണ്. ചെറിയ എന്തെങ്കിലും സാധനം കൊടുത്തു, അത് ഭാര്യ കിട്ടുമ്പോൾ അവളതിന്റെ വില ചോദിക്കില്ല. കാരണം അവൾക്കറിയാം സ്നേഹത്തോടെ ഞാൻ ചോദിക്കാതെ എനിക്ക് തന്നതാണ്. മനസ്സിലായല്ലേ? ഞാൻ ചോദിക്കാതെ എനിക്ക് തന്നതാണ്. അപ്പൊ ആ സ്നേഹം ഉണ്ടാവും. അതാണ് വില മതിക്കാത്തത് എന്ന് പറയുന്നത്. അല്ലാത്തതാണെങ്കിലോ ഭാര്യ ചോദിക്കും എത്ര വില? ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു, ഒരു പർദ്ദ വാങ്ങിച്ചു കൊടുത്തു, ഭാര്യ ചോദിക്കും എന്താ വില? മനസ്സിലായേ? വില കുറഞ്ഞ പ്രശ്നമാണ്. മനസ്സിലല്ലേ? വില കുറഞ്ഞാല് ഇവിടെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യമാർക്ക് കൊടുക്കണം. അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര റാഹത്തായിരിക്കും. ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാര്യയെ ചുംബിക്കുന്ന ഭർത്താവ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പോവാണ്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് യാത്ര പോകുമ്പോൾ അവളോട് സലാം പറഞ്ഞ് അവർക്കൊരു ചുംബനം കൊടുക്കുക. അതൊരു സന്തോഷമാണ്, ഒരു കെയറിങ് ആണ്. എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത്, ഭാര്യമാർ എപ്പോഴും ഭർത്താക്കന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കെയറിങ്. മനസ്സിലായി? നമ്മൾ ഒന്നും ചെയ്യണ്ട, എല്ലാം അവർ ചെയ്യുമെങ്കിലും പരമാവധി നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ നമ്മളെ കാത്തേക്കും.
നമ്മുടെ കയ്യിലുള്ള ബാഗോ എന്തെങ്കിലും ഭക്ഷണങ്ങളോ അവളെ കൈ കൊടുക്കും. അവളത് കൊണ്ടുവെക്കും. എന്നിട്ട് അവളോട് സലാം പറയും. സലാം പറഞ്ഞിട്ട് എന്താണ് ഒരു ചുംബനം കൊടുക്കണം. എത്ര ദിവസമായി കണ്ടിട്ട്, റാത്തല്ലേ, എനിക്ക് സുഖമല്ലേ, ഭക്ഷണം കഴിച്ചോ, വെറുതെ ചോദിക്കണം. നമുക്ക് സന്തോഷമല്ലേ, ഇതൊക്കെ കുടുംബജീവിതത്തിന് നല്ല നല്ല കാര്യങ്ങളല്ലേ. ഭാര്യകൾ ചുംബനം കൊടുത്തിട്ട് ചോദിക്കണം, എനിക്ക് സുഖമല്ലേ, റാത്തല്ലേ, കുറേ ദിവസമല്ലേ നമ്മൾ കണ്ടിട്ട്, എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ. അങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അതൊക്കെ വലിയ റാഹത്തും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി 7ാമത്തെ കാര്യം നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളെ കൂട്ടുകാരോടാണെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം സംസാരിക്കൂലേ. നമ്മളെ കുടുംബക്കാരോട്, നമുക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് നേരം നമ്മൾ വെറുതെ സംസാരിക്കൂലേ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അവരോട് വെറുതെ നമ്മൾ കുറേ നേരം ബ്ലാ അടിക്കൂലേ, വെറുതെ കാര്യങ്ങൾ പറയൂലേ. മണിക്കൂറുകളോളം എടുക്കും. കൂട്ടുകാരോട് സംസാരിക്കും, മണിക്കൂറുകളോളം സംസാരിക്കും. ഭാര്യയോടാണെങ്കിൽ സംസാരിക്കും ഇല്ല. വീട്ടിലോട്ട് വന്ന ഭാര്യയോട് സംസാരിക്കും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അവരോട് സമയം കണ്ടെത്തുക എന്നുള്ളത്. എപ്പോഴും അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക. മറ്റുള്ളവർ ചിലപ്പോൾ പറയും, എപ്പം നോക്കിയാലും ഭാര്യയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം, ഈ ചെങ്ങായിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ പറയും. ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരിഞ്ഞില്ലേ? കാരണം ഒരു ഭാര്യയും ഭർത്താവ് നല്ല സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് സഹിക്കില്ല. മനസ്സിലല്ലേ? ചിലപ്പോൾ അവർക്കൊരു മാനസികമായ സങ്കടം ഉണ്ടാവും. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആകുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ പറയും, ഓ അവളെ ഭാര്യ, അവളുടെ ഭർത്താവ് എപ്പം നോക്കിയാലും അവളോട് ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ്, എപ്പം നോക്കിയാലും അവളെ ഭാര്യയെ പിടിച്ച് ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറയാം. അത് നമ്മളാക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ മോശം വിചാരിക്കുകയേ ചെയ്യരുത്. മനസ്സിലല്ലേ? അവളെ സഹായിക്കുക, അവളോട് നല്ല കാര്യങ്ങൾ പറയുക. അതുപോലെ എപ്പോഴും അവളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്. എപ്പോഴും വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് നല്ല രസമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, സംസാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരിക്കലും നമ്മൾ ചീത്ത പറയാൻ പാടില്ല. ദേഷ്യം വരുമ്പോൾ തെറി പറയുന്ന, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് നല്ല പ്രയാസം ഉണ്ടാവും. മനസ്സിലാവണല്ലോ, അവർക്ക് മാനസികമായി നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നല്ല സംസാരങ്ങൾ ഉണ്ടാകാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. ഭാര്യമാർ എപ്പോഴും ഭർത്താക്കന്മാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ല വർത്തമാനങ്ങളാണ്, നല്ല സംസാരങ്ങളാണ്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും മിണ്ടാതിരിക്കുക. നമ്മളെന്ത് വേണം? അങ്ങനെ ദേഷ്യം മോശമായിട്ട് സംസാരിക്കുക, നല്ല നിലയിൽ സംസാരിക്കുക, എപ്പോഴും കൂളായിട്ട് സംസാരിക്കുക. ഇനി അങ്ങനെ സംസാരിക്കുമെന്ന് തോന്നിയാൽ നമ്മളെന്ത് വേണം? മിണ്ടാതിരിക്കുക, നമ്മൾ ക്വയറ്റായിട്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യം മാറും. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ചിന്തിക്കും, പറയേണ്ടിയില്ലായിരുന്നു, മോശമായി പോയി, നമ്മൾ ചിന്തിക്കൂലേ. അങ്ങനെ അവസ്ഥകളൊക്കെ വരും. ഇതൊക്കെ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഫാക്റ്റുകളാണ്. നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ, നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നമ്മുടെ കുടുംബജീവിതം സന്തോഷദായകമായ ഒരു കുടുംബജീവിതമാകണം. ഈ 7 കാര്യങ്ങൾ നിങ്ങളുണ്ടോ എന്നാൽ നിങ്ങളാണ് ഏറ്റവും നല്ല സ്വാലിഹായ ഭർത്താക്കന്മാർ. ഈ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളില്ലേ, അപാകതകൾ ഉണ്ടോ? ഉണ്ട് എങ്കിൽ എന്ത് വേണം? ഇത് മാറ്റാനുള്ള ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കണം. അത് നമ്മൾ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മളത് മാറ്റിയെടുക്കണം. അള്ളാഹു നല്ല സ്വാലിഹായ ഭർത്താക്കന്മാരുടെ എല്ലാ ഗുണങ്ങളും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. നമ്മൾ കാരണം നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷവും അവരുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് സന്തോഷിക്കുവാനും സമാധാനിക്കുവാനുമുള്ള എല്ലാ സൗഭാഗ്യങ്ങളും വഴികളും അല്ലാഹു ഒരുക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.